Welcome to Kaula Celebrity Kitchen Magic. സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ 6th റൗണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഇന്നത്തെ ഞങ്ങൾക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയി തന്നിട്ടുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഐറ്റമാണ് ചിക്കൻ. അപ്പോൾ ചിക്കൻ വെച്ച് എന്തുണ്ടാക്കാമെന്നാണ് ഇപ്രാവശ്യത്തെ റൗണ്ട്. അപ്പം ഞാൻ എന്തായാലും കഴിഞ്ഞ തവണ വലിയ എന്താ പറയുക പുതിയതായിട്ട് ഒരുപാട് എക്സ്പെരിമെൻ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. അതത്രയും അങ്ങോട്ട് എഫക്റ്റീവ് ആയില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് വലിയ വെറൈറ്റി ഒന്നും അല്ലാണ്ട് സിമ്പിളായിട്ട് എങ്ങനെ ഒരു നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിന്ന് ഉണ്ടാക്കുന്ന ഡിഷിൻ്റെ പേര് കാഷ്യൂ ചിക്കൻ എന്നാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, കോൺഫ്ലവർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാഷ്യൂ, കോക്കനട്ട് പൗഡർ, ഗ്രീൻ ചില്ലി, ചിക്കൻ, തക്കാളി, യെല്ലോ ക്യാപ്സിക്കം, വേപ്പില, മല്ലിയില, ബട്ടർ, പിന്നെ സബോള. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കണം. ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതായത് എല്ലാ മസാലയും, കാരണം നമ്മളിതിൻ്റെ സ്റ്റോക്ക് എടുക്കുന്നതല്ലേ. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു പിഞ്ച് കുരുമുളക് പൊടി, ചിക്കൻ മസാല. ചിക്കൻ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഹോളിട്ട് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ മസാലയൊക്കെ വേഗം ഇറങ്ങും. അതെൻ്റെ ഒരു ടിപ്പാണ്. അതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഇത് ബോൺലെസ് ആണ്, എന്നാലും നമുക്കിതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കട്ടിങ് പരിപാടികളൊക്കെ നോക്കാം. സബോള ഞാൻ ഓൾറെഡി ഇതേ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി. ശരിക്കും ചിക്കൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. എന്താ പറയുക, എന്ത് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയാലും അതൊരു പ്രത്യേക രുചി തന്നെയാണ്. എന്തായാലും നോക്കാം കാഷ്യൂ ചിക്കൻ എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് നോക്കാം. ഇന്ന് ഞങ്ങളുടെ പാചകത്തിൻ്റെ ഈ അടുക്കളയിൽ എല്ലാവരും വളരെ എന്താ പറയുക വളരെ തിരക്കിലാണ്. എന്തുണ്ടാക്കാനാണെന്നല്ലേ, എൻ്റെ ഫേവറേറ്റ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പലരുടെയും ഫേവറേറ്റായ ചിക്കൻ. ഇന്ന് ഞങ്ങളുടെ കഥാപാത്രം ചിക്കനാണ്. അപ്പോൾ ഈ ചിക്കൻ വെച്ചിട്ട് ഏത് രീതിയിലുള്ള അപ്പോൾ കറികളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കറികളാണ് എല്ലാവരും പൊതുവെ അല്ലാണ്ട് ചിക്കൻ്റെ മെയിൻ ഒരു ഡിഷാണ് വേണ്ടത്. സ്നാക്സ് ഒന്നും അവരെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി സ്ഥിരമായി എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നതും നമ്മുടെ കസിൻസിൻ്റെ വീട്ടിൽ പോയാലും എവിടെ പോയാലും ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ്. വലിയ തട്ടുകേട് കിട്ടാത്ത സാധനം ചിക്കൻ കറി. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ പലതവണ. അതേപോലെ തന്നെ അതേ സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ കറിയിൽ മെയിൻ സംഭവം എന്ന് വെച്ചാൽ പെപ്പറായിരിക്കും. അതിൻ്റെ നമ്മൾ വായിക്കാത്തട്ടേക്ക് വെക്കുമ്പോൾ അത് പെപ്പറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഈ ചിക്കൻ കറിയുടെ മറ്റൊരു പ്രത്യേകത, ഈ ചിക്കൻ കറി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ ടച്ചിങ്സിനാണ്. ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ ടച്ചിങ്സിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചിക്കൻ കറിയാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ഞാനല്ല കേട്ടോ, ഞാനിങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് കഴിക്കുന്ന ആൾക്കാർ എല്ലാവരുടെയും വീടുകളൊക്കെ കാണുമല്ലോ.
അപ്പോൾ പറയുന്നത് ഡ്രിങ്ക്സിന് പറ്റിയ ചിക്കൻ കറി, അല്ലാതെ കറിക്ക് കൂട്ടാനാണ്. ഞങ്ങളുടെ കോട്ടയക്കാർക്കൊക്കെ ഈ ചിക്കൻ കറി ഓക്കെ ആവും. അപ്പം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ആദ്യം പരിചയപ്പെടുത്താം. ചിക്കൻ കറിയുടെ ചിക്കൻ സവോള ഒരു 5-6 എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു 4-5 പീസ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് സവോള ഇത്ര എടുത്തിരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ഞാൻ 2-3 തോന്നുമ്പോൾ വീണ്ടും ഇടും. അത് അങ്ങനെ ഇന്ന കണക്കെന്ന് വെച്ചില്ല, ഒരു വിധത്തിൽ അങ്ങ് ഒപ്പിച്ച് വരുമ്പോഴത്തേക്കും കറക്റ്റാവും. അങ്ങനെ തന്നെ വീട്ടിലും ചെയ്തിട്ടുള്ളത്. ചെയ്തിട്ട് 3-4 തവണ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോൾ ചെയ്താലും ഞാൻ പറഞ്ഞത് എൻ്റെ പെപ്പർ എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ പെപ്പർ ഇത്തിരി കൂടുതൽ ഞാൻ ആഡ് ചെയ്യും. പിന്നെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കൊത്തി കൊത്തി വെച്ചിരിക്കുന്നത്, പച്ചമുളക്, കറിവേപ്പില, 2 തക്കാളി, പിന്നെ പറഞ്ഞില്ലേ നമ്മുടെ മറ്റൊരു പ്രധാന കഥാപാത്രമായ പെപ്പർ പൗഡർ. പെപ്പർ നമ്മുടെ കുരുമുളക് ഇടിച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പെപ്പർ പൗഡർ ഇപ്പോൾ അവൈലബിൾ ആയതുകൊണ്ട് പിന്നെ അത് ഇടിക്കാനും പൊടിക്കാനും ഒന്നും സമയം കളയാൻ വെച്ചിട്ടാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല വേണമെന്നില്ല. ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നെ വരില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ മസാലയും കൂടെ വെച്ചിരിക്കണം. നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം അരിയലിലേക്ക് കിടക്കാം. സവാള അരി സവാള ഗിരി. അപ്പോൾ നമുക്ക് സവാളയാണ് ആദ്യമേ അരിയാൻ പോകുന്നത്. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാവരും അരിഞ്ഞിട്ടുള്ളത് സവാള തന്നെയാണ്. എന്താ ഡിംപിളെ? ഇനി ചിക്കനെ പറ്റിയിട്ട് കുറേ കഥകളുണ്ട് പറയാൻ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചിക്കൻ കറി വെക്കുമ്പോൾ ഒന്നും അറിയത്തില്ല വയ്ക്കാൻ. അപ്പോൾ കുറേ നാളുകൾക്ക് മുന്നേ, ഇപ്പോഴൊന്നും അല്ല, കുറേ നാളിന് മുന്നേ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു നോൺ വെജിലെ ഒരു പ്രധാന ഐറ്റമാണ് ചിക്കനും ബീഫും. ഇത്രയൊക്കെയുള്ളൂ. മീനുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ എല്ലാത്തിനും എല്ലാവരും വരുമ്പോഴോ പുറത്തുനിന്ന് ആര് വിരുന്നുകാർ വന്നാലും ചിക്കനോ മീനോ ഉറപ്പായിട്ടുണ്ടാവും. ആരെങ്കിലും കസിൻസൊക്കെ വന്നാലും. അപ്പോൾ ഈ ആദ്യമായിട്ട് ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ ഇതിനകത്ത് എന്ത് ആഡ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ വിചാരം നന്നായിട്ട് കളറ് വരുമ്പോഴാണ് ചിക്കൻ കറി പാകമാകുന്നത്. ഇതായിരുന്നു എൻ്റെ വിചാരം. അപ്പം ആദ്യമേ ഞാൻ ചിക്കനെല്ലാം കൂടി എടുത്ത് ഒരുമാതിരി അത്യാവശ്യം വലിയൊരു കഷ്ണമൊക്കെ ആക്കിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചു. ഇത് എന്തുമാത്രം കഴിഞ്ഞാൽ ഇത് വെന്തുമെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ ആദ്യമൊന്നും. പിന്നെ കുറേ നേരം കുറേ വിസിലടിച്ച് ലാസ്റ്റ് ഞാൻ പുറത്തെടുത്തപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് നല്ല പരുവത്തിനാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ചിക്കനെല്ലാം അടുപ്പിലൊക്കെ വെച്ച് ഇനിയിപ്പോൾ ഈ മുളക് പൊടി ഇതുമെല്ലാം ഈ എണ്ണയ്ക്കകത്ത് മസാലകളെല്ലാം ഈ എണ്ണയ്ക്കകത്ത് വേണ്ടിയിട്ടൊന്നും എനിക്കറിയില്ല. ചിക്കൻ ആദ്യം ഇട്ടു, അതിൻ്റെ കുറേ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം അതിനകത്തോട്ട് തട്ടി, അങ്ങനെ എല്ലാം കൂടെ ഒരുമാതിരി അവിയൽ ഭാഗത്തിനായിരുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കി. രണ്ടാമത് ഉണ്ടാക്കിയ ചിക്കൻ കറി വലിയ കുഴപ്പമില്ലായിരുന്നു. അത് നല്ല. പക്ഷെ അന്നും ഇന്നും എപ്പോൾ ചെയ്താലും എനിക്ക് എരിവ് ഇത്തിരി കൂടുതലാണ്. കാരണം ഞങ്ങളുടെ അങ്ങോട്ട് എരിവ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര എരിവ് ഇഷ്ടമാണ്. എൻ്റെ ഏട്ടത്തിയമ്മയ്ക്കും ഭയങ്കര എരിവ് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എരിവിൻ്റെ ആൾക്കാരാണ്. ഒരുപാട് എരിവ് ഉപയോഗിക്കും. എല്ലാ കറിക്കും കുറച്ച് എരിവ് കൂടുതലായിരിക്കും കൊണ്ട് വീട്ടിൽ. ഇപ്പം എന്തുണ്ടെങ്കിലും ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ മെയിനായിട്ടും പെപ്പർ, പിന്നെ ബീഫാണെങ്കിൽ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും പെപ്പർ നന്നായിട്ടിടും. ഇപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു ചിക്കൻ കറിയാണ്. ചിക്കൻ കറി വിത്ത് പെപ്പർ അന്നാണ് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത്. ചിക്കൻ കറി വിത്ത് പെപ്പർ. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ടച്ചിങ്സിന് ഏറ്റവും നല്ല സാധനമാണ്. ടി വിയിലൊക്കെ ഓരോ പ്രോഗ്രാം കാണും, അതിനകത്ത് അരിയുന്ന പറഞ്ഞ അരിയും. പക്ഷെ ഞാനതിനിപ്പോൾ കാണിച്ചതേ ഉള്ളൂ, അരിഞ്ഞില്ലെന്ന് ഒരു സൈഡിൽ തന്നെയായിട്ട് കുത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ അരിയാൻ പഠിക്കുന്ന എന്നാണോ എന്തോ. എൻ്റെ അമ്മയൊക്കെ നല്ല സ്പീഡിൽ അരിയും കേട്ടോ. ഈ സവോള ആരെങ്കിലും വന്നൊന്ന് അരിഞ്ഞു തന്നിരിക്കും. ഇതെനിക്ക് എൻ്റെ ഒരു ജയശ്രീ ചേച്ചി ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഒരു കസിനാണ് ചേച്ചി. സവോള നമ്മൾ എന്തിപ്പോൾ കറിയാണെങ്കിലും സവോള കുറച്ചെടുത്തിട്ട് ഇത് മിക്സിയിൽ അടിച്ചിട്ട് വെക്കും. അപ്പോൾ ഇങ്ങനെ നല്ല ഇങ്ങനെ കുറുകിയിരിക്കും. അതായത് നമ്മൾ ഈ വഴട്ടുന്നതിൻ്റെ എൻഡിൽ ഇതങ്ങ് ഇട്ട് കൊടുക്കും. ഇതിങ്ങനെ കുറാന്നിരിക്കും. എങ്ങനെ ഇരിക്കും? കുറാന്നിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സവോള. ഈ സവോള അരിയുന്ന പണിയല്ല. സവോള അരിയണ പണിയോ? അവിടെ അരിഞ്ഞ് കൊടുക്കുന്നുണ്ടോ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് അരിഞ്ഞു തരുമോ? വിശ്വസിച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് അതിലേക്ക് എണ്ണ ചേർത്തിട്ട് അങ്ങനെ ചെയ്യണം. ഞാൻ തമാശയൊക്കെ പറഞ്ഞു, ആരും കേട്ടില്ല. ഞാൻ എന്റെ ചിക്കൻ കരിയാതെ നോക്കുന്ന ഇത്തിരി ഉറക്ക തമാശ പറഞ്ഞാൽ ഞങ്ങൾക്കും കൂടി കേൾക്കാമല്ലോ. എങ്ങനെ പറയണം? കുറച്ചുകൂടി ഉറക്ക പറ. അങ്ങനെയാണോ? ബെസ്റ്റ്.
എനിക്കറിയാം എന്നെ കളിയാക്കാൻ വേണ്ടിട്ടല്ലേ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പറയണേ. ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടില്ലേ? ഐ ലവ് യുടാ. ഭയങ്കര സ്നേഹം അതുകൊണ്ട്. വീണ ചേച്ചി കണ്ടോ നിഷ ചേച്ചിയുടെ ഡാൻസ്? ഇല്ല, മിസ് ചെയ്തു. നന്നായിരുന്നു. പിന്നെ നല്ല രസമായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു. നല്ല രസത്തിൽ എന്തോ ഒരു അർത്ഥം വെച്ചിട്ടുള്ളൊരു നല്ല രസം. എന്താ? ഇല്ലല്ലേ, ഇല്ല കളിയാക്കാണോ? അല്ലല്ല, നന്നായിരുന്നു, ഒരു ഗ്രേസ് ഉണ്ടായിരുന്നു. ഇല്ലില്ല, ചേച്ചി നന്നായി കളിച്ചു ഞാൻ അറിഞ്ഞു. എനിക്ക് ഇപ്പഴാ സമാധാനമാണ്. ഇവിടുത്തെ സൂപ്പർ ഡാൻസേഴ്സ് ആണ് ഇവരൊക്കെ. ഇവര് പറഞ്ഞ എനിക്ക് ഒരു സമാധാനമുണ്ട്. പിന്നെ സുഖിപ്പിക്കാൻ പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ? ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഞാൻ ഡാൻസ് കളിക്കും, ഞാൻ ഇനിയും ഡാൻസ് കളിക്കും. നിങ്ങളെയൊക്കെ തോപ്പിക്കണം എനിക്ക് ഡാൻസ്. എന്തായാലും പാചകം ചെയ്ത് നിങ്ങൾ രണ്ടുപേരും തോപ്പിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അയ്യോ, പാചകം ചെയ്ത് ഞങ്ങളെ തോപ്പിക്കാൻ പറ്റുന്ന അറിയത്തില്ല. എന്തൊക്കെ കേൾക്കണം ദൈവമേ. പ്രേക്ഷകർ കേട്ടോണ്ടിരിക്കുമ്പോ വിചാരിക്കും ഞങ്ങളൊക്കെ വലിയ പാചകക്കാരാണ്. മറ്റേ എന്താണ് എന്തോ അറിയാതെ ആ സ്വഭാവം ഉണ്ടല്ലോ, ഉള്ളിലുള്ള സ്വഭാവം പുറത്തേക്ക് വരുന്നതാ. എന്തോ ഒരു സാധനം അറിയാണ്ട് ഓരോ സംഭവിക്കത്തില്ല, അതുപോലെ സംഭവിക്കുന്നു ഇവിടെ പലതും. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം, അത്യാവശ്യം വലുതാണ്. ഇത് എന്നാ ഇടപാടാണ്, അരിഞ്ഞ് തീരുന്നില്ല. ഈ സ്റ്റോക്കിൽ നിന്ന് മാറ്റി വെക്കാം. വീണ പാട്ട് പാടണില്ലേ നിങ്ങൾ? ഏത് പാട്ടാ പാടണ്ടേ? എനിക്ക് ഉറക്കം വരുന്നു. സ്പൂൺ ഞാൻ എടുക്കണ്ടേ? എന്തിതേ കണ്ണടച്ച എന്തെങ്കിലും കടിച്ചു മാറ്റി. ഉറക്കണോ? ഇനി ഉറക്കണോ ചേച്ചിയെ? ഇനി ഉറക്കണോ ചേച്ചിയെ? എനിക്ക് ഉറക്കം വരണുണ്ട്, ഞാൻ ക്ഷീണിച്ചു ഡാൻസ് ചെയ്തിട്ട്. അത് ഇനി ഞാൻ ചേച്ചിയെ ഉറക്കണോന്ന്. എന്റെ ക്ഷീണം കഴിഞ്ഞിട്ടില്ല. എനിക്ക് വീണയുടെ പാട്ട് കേട്ട് ഉറങ്ങണം ഇപ്പൊ. അയ്യോ, നമുക്കൊരു പാട്ട് പാടിയാലോ? ഇതാണോ കല്യാണ നെഞ്ചിലെന്നാണോ? ഒന്നാം മല കയറി പോവേണ്ടേ, അവിടുന്നും തലി കുത്തി ചാടേണ്ടേ, രണ്ടാം തണ്ടിലേറി പോവേണ്ടേ, അവിടുന്ന് തലി കുത്തി ചാടേണ്ടേ, മൂന്നാം മല കയറി പോവേണ്ടേ, അവിടുന്ന് തലി കുത്തി ചാടേണ്ടേ, നാലാം മല കയറി പോവേണ്ടേ, അവിടുന്ന് തലി കുത്തി ചാടേണ്ടേ, അഞ്ചാം മല കയറി പോവേണ്ടേ. ഇതിന് മല മാത്രമേ ഉള്ളോ? എന്താ അതിനകത്ത് അങ്ങനെയൊന്നും അല്ല ലിറിക്സ്. അങ്ങനെയാണ് തലകുത്തി മാത്രം കറക്റ്റാ. അതേ ഉള്ളൂ ബെസ്റ്റ്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്ത. ശരിക്കും ചേച്ചി ഒന്ന് വെള്ളം തരും കേട്ടോ, വലിയ പാട്ടൊക്കെ പാടിയ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. ഇനി അവിടെ നിഷ ചേച്ചി ഭയങ്കര പാട്ടാണ്, അങ്ങോട്ട് ശ്രദ്ധ പോയ അവിടെ നിഷ ചേച്ചി ഭയങ്കര പാട്ടാണ്. എന്തായാലും ഞാൻ അതിപ്പോ തൽക്കാലം ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. കോൺസെൻട്രേഷൻ പോയ എല്ലാം കൈകളെ പോറടി മാറ്റാനാണ് ഞാനൊരു പാട്ട് പാടാന്ന് വെച്ചത്. അപ്പൊ അത് ഈ കുട്ടി പാടിക്കില്ല എന്നെ കൊണ്ട്. ആദ്യം ഉപ്പ് നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് ഇടുമ്പോൾ നോക്കിയിടണം. നമ്മളിത് വറക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ പോകുന്ന ചിക്കനാണ്. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ടാണ് നല്ല ഡിമ്പിളുടെ പേര് കേൾക്കുന്നുണ്ടല്ലോ കേട്ടോ. കാരണം ഗുണ്ടുമണിയാ, എന്ത് കിട്ടിയാലും വച്ചുവാരി തിന്നും. കേട്ടു. സോറി ഡിമ്പിളെ, ഞാൻ വീണയെ കുറിച്ച് പറഞ്ഞതാ, പക്ഷെ ഡിമ്പിളെന്നായിപ്പോയി. എനിക്കറിയാം നിഷ ചേച്ചി, എനിക്ക് നന്നായി അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മളെല്ലാ മസാലകളും ഇട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, കോൺഫ്ലവർ ഇട്ടു, ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം മറന്നുപോയി, കുറച്ച് തൈരും കൂടി ഒഴിക്കാം. അപ്പോൾ ശരിക്കും തന്തൂരി ചിക്കൻ ഫ്രൈ ചെയ്ത ഒരു എഫക്റ്റ് ഉണ്ടാവും. കുറച്ച് തൈര്, അപ്പം ഞാൻ കുറച്ച് സോസും കൂടി ഒഴിക്കാൻ പോവാണ്. പാട്ടിന്റെ പുസ്തകം കുറച്ച് മതി. തുടങ്ങുന്ന ആൾക്കാരെ വിശ്വസിക്കുന്നു. ഓ കലപില വല്ല തൊയിരുണ്ടോ മനുഷ്യനിവിടെ? ഈ കൊച്ചിനെ കൂടി നോക്കിട്ട് ആരെ ഇതിന് പിടിച്ച് ഇവിടെ ഉപ്പ് ഇത്തിരി കുറവ്. അപ്പോൾ ഇത് നമ്മൾ മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഇതിലേക്ക് വെച്ച് മാരിനേറ്റ് ചെയ്യാം.
മസാല എല്ലായിടത്തും പിടിക്കാവുന്ന പോലെ മിക്സ് ചെയ്തു. മസാല എല്ലായിടത്തും പിടിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്കിനി കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇതെന്തായാലും സഹകരിക്കണില്ലല്ലോ ഓരോന്നും. നമുക്കിനി ഇതിനെ ഒന്ന് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതിനെ ഈ ചിക്കൻ കൂട്ടറിനെ വറക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ ഒരു വലിയ സംഭവം എടുക്കാൻ മറന്നു, ഉപ്പ് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഡിംബു ഒരു ഉപ്പ്, ഇച്ചിരി ഉപ്പ് വേണം. ചിക്കൻ കൂട്ടരെ നമ്മൾ ഈ പെപ്പർ ഇടാൻ മറന്നുപോയി, നമ്മുടെ മെയിൻ സാധനം. ഇപ്പം എല്ലാം കുളമായേനെ. ഫുള്ളൊരു പെപ്പർമയമായിരിക്കണം ഫുൾ. ചിക്കൻ വേവിച്ചു ആദ്യം, എന്നിട്ട് അത് എല്ലാ മസാലയൊക്കെ പുരട്ടി അത് മാരിനേറ്റ് ചെയ്യാൻ താഴെ വെച്ചു. ഇനി നമുക്ക് അതിന് വേണ്ട ഗ്രേവിക്ക് വേണ്ട സംഭവങ്ങളാണ്. അതിന് മുൻപ് നമുക്ക് ഈ കാഷ്നട്ട്, നമ്മൾ കാഷ്യൂ ചിക്കൻ ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒരു കുറച്ച് കാഷ്നട്ട്, ഒരുപാടാവണ്ട, കുറച്ച് കാഷ്നട്ട് നമുക്ക് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കണം. എന്നിട്ട് നമുക്കിത് അരച്ചിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് ചേർക്കണം. അപ്പം ആദ്യം ഇത് കുറച്ച് നേരം, ഒരു 10 മിനിറ്റൊക്കെ മതി. ബട്ടർ വെച്ചിട്ടാണ്. എന്തായാലും ആദ്യം ഒരു സ്പൂൺ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. ഈ ചിക്കൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ ബട്ടറും. എവിടെ ഈ ബട്ടറിൻ്റെ മണം വന്നാലും ആർക്കായാലും ഒന്ന് കൊതി വരും. ഞാൻ ഈ ബട്ടറിൻ്റെയും മയോണൈസിൻ്റെയും ചീസിൻ്റെയും ഒക്കെ ആളാണ്. കണ്ടാൽ തന്നെ വിവരറിയാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇത്ര മതി. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചില്ലി ഒരു 2 എണ്ണം ഇട്ട് കൊടുക്കാം. 2 എണ്ണം 3 എണ്ണം എടുക്കട്ടെ. എനിക്ക് എന്തായാലും ഇത്തിരി എരിവൊക്കെ ഇഷ്ടമാണ്, അപ്പം 3 എണ്ണം എടുക്കട്ടെ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് സബോള നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചത് ഇടുക. എന്തായി കഴിഞ്ഞ ഇവിടെ കഴിയണോ? അല്ല, ഡാൻസ് ചെയ്യുന്നുണ്ട്. കഴിയാന്നൊക്കെ ചോദിക്കണേ, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. എന്തിന്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കിയിട്ട് കഴിഞ്ഞോ എന്തിനാ? ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. എന്ത് ടേസ്റ്റ് നോക്കാൻ? ഞാൻ അങ്ങോട്ട് വന്നോ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ? ഞാൻ അങ്ങോട്ട് വന്നോ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ? ഇവിടെ വീട്ടിൽ കച്ചിട്ടിരിക്കുക നടന്നില്ല, മനസ്സില്ല വരെ. ഒരു തമാശ അറിയോ? ഇവിടെ ഡിഷി ചേച്ചിയുടെ മോള് വന്നിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, ഒരുമിച്ച് നിന്ന നമ്മൾ വിചാരിക്കും ചേച്ചി അനിയത്തിയാന്ന് വിചാരിക്കും. നിഷ ചേച്ചി സുഖിക്കണ്ട, എന്നാലും അങ്ങനെയാണ്. അപ്പോ മുമ്പിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി മോളെ ഒന്ന് വരട്ടാൻ ശ്രമിച്ചു. ഞാൻ ഭയങ്കര സംഭവമാണെന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഭയങ്കര സീരിയസ് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മോളോടൊന്ന് ചൂടാവാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം നമ്മളെന്താ ഉണ്ടാവുക, അമ്മമാർ നമ്മളെ വഴക്ക് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമോ അല്ലെങ്കിൽ പേടിയോ ഒക്കെയാണ് സാധാരണ ഉണ്ടാവുക. പക്ഷെ ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഉണ്ടായത്. മോള് ചേച്ചി ചൂടാകുന്നത് കണ്ട് ഓടിട്ട് ചിരിക്കുക ചെയ്തത്. അതെന്താ ചേച്ചി അങ്ങനെ? അതാണോ നാട്ടിക്കോല്ലേ? അപ്പൊ വീട്ടിലാന്ന് കിടക്കുക മുന്നിലൂടെ നാട്ടിച്ചു. അപ്പൊ പറയാ, ഞാൻ ചോദിച്ചാൽ എന്താ ചിരിക്കുന്ന ചിരിച്ചു ചോദിച്ചു. അപ്പൊ പറയാം, അമ്മ ദേഷ്യപ്പെടുന്ന കണ്ടാൽ ഞങ്ങൾക്ക് ചിരി വരുന്നു. വീട്ടിലും അങ്ങനെയാണ്. आपके
പാടിക്കോളൂ. ഏത് പാടണോ? പാടണം. വേണമെങ്കിൽ പാടണം. എനിക്ക് പേടി നിശ്ചയിച്ച് എങ്ങനെ ഉറങ്ങിപ്പോയാലോ. ഞാൻ ഉറങ്ങിപ്പോണോണ്ടാണോ പാടാത്തെ? ആ പാട്ട് തന്നെ ഞാൻ പാടട്ടെ, ഉറങ്ങാവോ? മലരൊളിയേ മന്ദാര മലരേ എൻ്റെ പാട്ടിനെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവിടെ മനഃപൂർവ്വം സംഗീത ചേച്ചി മിക്സി ഓൺ ചെയ്തു. ദിസ് ഈസ് ടു മച്ച്, ദിസ് ഈസ് ടു മച്ച്. മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, ചില്ലി ഇട്ടു, പിന്നെ ഒണിയൻ ചോപ്പ് ചെയ്തിട്ടു. അത് കഴിഞ്ഞ് അത് ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോൾ ഉപ്പിട്ടു അതിൻ്റെ ഇടയിൽ. അതൊന്ന് നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി രണ്ടെണ്ണം മതിയാവും, 2 or 3. അധികം പുളി വേണ്ടല്ലോ നമുക്ക്, അതുകൊണ്ട് 2 മതിയാവും. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റാം. ബട്ടറിലാണ് വഴറ്റുന്നത്, അത് പ്രത്യേകം ഓർക്കണം. നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ക്യാപ്സിക്കം ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്. യെല്ലോ, അതിപ്പോൾ ഏതായാലും ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, ചൈനീസൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്യാപ്സിക്കം ഇടുന്നത് എപ്പോഴും നല്ലതാണ്. നല്ലോണം തീ കുറച്ചിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നന്നായിട്ട് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി കുറച്ച്, ചിക്കൻ മസാല നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ ചിക്കൻ സ്റ്റോക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് കളയാതെ അതും ഉപയോഗപ്പെടുത്താം. കട്ട് തന്നെ വരുന്നത് കണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ കോക്കനട്ട് പൗഡർ റെഡിയാണ്. ഈ ചിക്കൻ സ്റ്റോക്ക് സാധാരണ ചെറു ചൂടുവെള്ളത്തിലാണ് ഈ കോക്കനട്ട് പൗഡർ മിക്സ് ചെയ്യുക. പക്ഷെ നമുക്ക് എന്തായാലും നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഇവിടെ ഇരിക്കുന്ന കാരണം ചിക്കൻ സ്റ്റോക്കിൽ നമുക്ക് ഈ കോക്കനട്ട് പൗഡർ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇതിലേക്കാണ് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാഷ്നട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അതവിടെ കിടന്ന് വറ്റട്ടെ. അപ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിക്കാം, ചിക്കൻ വറുക്കാൻ വേണ്ടി എടുക്കാം. അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം, ഒരു മുളക്. എണ്ണ ചൂടായി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഈ കുതിർത്ത് വെച്ച കാഷ്നട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇടണം. മറക്കരുത്, കരിഞ്ഞു പോയ കയ്യിൽ നിന്ന് എല്ലാം പോകും. അതുകൊണ്ട് അതും ഇടയ്ക്ക് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇത് ഞാൻ കാഷ്നട്ട് അരച്ചതാണ്. ഒരുപാട് അങ്ങ് അരയണമെന്നൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു വൈറ്റ് കളറുള്ള ലിക്വിഡ് കണ്ടോ, അങ്ങനെയൊന്നും വരണം. ജസ്റ്റ് അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി എന്താണെന്നറിയോ, നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്കില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു. നമുക്കിത് നല്ലോണം വറ്റിച്ചെടുക്കാനുള്ളതാണ്. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ
ഇത് വറുത്ത് കോരി നമ്മൾ ഈ ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ടല്ലോ അതിലിട്ട് കുറച്ച് നേരം അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ ചിക്കൻ സ്റ്റോക്ക് ചിക്കനിലും ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിലൊക്കെ വരും. നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ, നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ. ഇത് അതിലേക്കുള്ള ഗ്രേവിയാണ് സ്റ്റോക്കിൽ. അതിൻ്റെ ചിക്കൻ സ്റ്റോക്കിലാണ് ഗ്രേവി ഉണ്ടാക്കുന്നത്. നട്ട്സൊക്കെ ധാരാളമായിട്ട് ഇട്ടിട്ടുണ്ട്. കാഷ്യൂ ചിക്കനാണ്. അപ്പോൾ അരച്ച് ചേർക്കുന്നുമുണ്ട്, അരച്ച് ചേർത്തിട്ടുണ്ട്, ഇങ്ങനെ പീസസ് ആയിട്ട് ഇടുന്നുണ്ട്. ഓക്കെ. പിന്നെ ബാക്കി സവാളയൊക്കെ ഒരുപാട് എന്താ പറയുക മൂപ്പിച്ചിട്ടില്ല അല്ലേ, വാട്ടിയെടുത്താൽ മതിയാണ് അല്ലേ. പിന്നെ പീസസ് അങ്ങനെ കിടക്കുന്നുണ്ടല്ലോ. ഇനി ഇതിലേക്കാണോ ഇത് ഇടാൻ? അതെ, ഇനി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. നമ്മളിനി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഈ ഗ്രേവിയിലേക്ക് ഇടണം. വേണമെങ്കിൽ കുറച്ചും കൂടി കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ ഒന്ന് കളിക്കും. നമ്മുടെ കാഷ്യൂ ചിക്കൻ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നന്നായിട്ട് ഇത് കിടന്ന് നല്ലോണം ഡ്രൈ ആവണം. എന്നിട്ട് വേണം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ. അപ്പം നമുക്ക് ഗാർണിഷ് ചെയ്യുമ്പോൾ എന്തായാലും കാഷ്യൂ ചിക്കൻ അല്ലേ, കാഷ്നട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് നല്ല ഭംഗിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. നന്നായിട്ട് വറ്റി വരുന്നതിന് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ചെറിയ തീയിൽ ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. നമ്മളുടെ കാഷ്യൂ ചിക്കന് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട് കാഷ്നട്ട് ബട്ടറിൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പ്രിപ്പറേഷൻ അവിടെ കഴിഞ്ഞു. ബട്ടറിൽ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ട്സ് നമുക്ക് ഗാർണിഷ് ചെയ്യുമ്പോൾ ഇതൊന്ന് കുറച്ച് യൂസ് ചെയ്യാം. കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ല കട്ടിയിൽ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നേരം ഇവിടെ ഇരിക്കേണ്ട കാര്യം ഇത് ചൂടോടെ കളിപ്പണം. കാരണം ബട്ടർ ആയ കാരണം അത് തണുത്ത് പോയാൽ അത് കൊള്ളില്ല. അതുകൊണ്ട് നമുക്ക് സെർവ് ചെയ്യുന്ന നേരം വരെ ചെറു ചൂടിൽ അവിടെ ഇങ്ങനെ അടച്ച് വെക്കാം, ഏറ്റവും ചെറിയ ചൂടിൽ. ഫൈനൽ സ്റ്റേജിലെത്തി. ചിക്കൻ കാഷ്യൂ ചിക്കൻ അല്ലേ, ചിക്കന് അണ്ടിപ്പരിപ്പിൻ്റെ ഒരു അതെ ഉത്സവം ലാവിഷ് അല്ലേ അങ്ങനെ തയ്യാറാക്കുന്നതിൻ്റെ ഒരു സ്റ്റേജിലാണ്. ഈ ക്യാബേജ് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത് അലങ്കാരം, ഗാർണിഷിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഉള്ള കുഴപ്പം എന്താ അറിയോ, ഓവർ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഗാർണിഷ് ആവശ്യമുള്ളൂ. അതും കുറച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടത് കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ, എഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ റൂൾസ് ഉണ്ട് ഇതിന്. ഒരുപാട് അല്ല, അത് നിങ്ങൾ കുറച്ച് കുറയ്ക്കണം. ഒരുപാട് ഗാർണിഷ് വേണ്ട കേട്ടോ, ഒരു വളരെ മിനിമം ഭംഗിയായിട്ട്. ചിക്കനൊന്ന് വറുത്ത് കോരിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് വഴറ്റുക, സമം ചേർത്ത് അടച്ചു വയ്ക്കുക. തീർന്നു, വരാട് തീർന്നതാണ്. സുഖമൊന്നും നമ്മൾ സമയം വേണ്ടതാണ്, ടൈം എടുക്കരുത്. എന്തെങ്കിലും എല്ലാം ഭയങ്കര വേഗത്തിലായിരിക്കണം. എൻ്റെ ഫേവറേറ്റ് സോങ് ആട്ടോ കേട്ടോ. എന്നുവരും നീ എൻ്റെ നിലാപ്പന്തലിൽ വെറുതെ, എൻ്റെ കിനാപ്പന്തലിൽ വെറുതെ
കണ്ടോ കോൺസെൻട്രേഷൻ പോയി ഇതിനിടയ്ക്ക് കയറി വരവായനാലിൽ വന്നു ഏട്ടാ. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പം പാടേണ്ട പാട്ടുകൾ വേറെ ഏതൊക്കെയാണ്? അതേത് പാട്ടാ? അയല വറുത്തതുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെപ്പർ ചിക്കൻ തരാമല്ലോ. എന്നെ സമ്മതിക്കണം, എന്നെ സമ്മതിക്കണല്ലേ, ഭയങ്കര സംഭവം. നല്ല വറുത്തിട്ടുണ്ട്, വറുത്ത് സുന്ദരനായിട്ടുണ്ട്. എന്നെ മാറ്റി വയ്ക്കാം കേട്ടോ. പറഞ്ഞപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് ആലോചിച്ച്, എനിക്ക് കോട്ടയത്ത് ഒരു ഡാൻസ് സ്കൂളുണ്ട്, നാട്യതരംഗം എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ, എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ എപ്പിസോഡെല്ലാം മുടങ്ങാതെ കാണുന്നവരാണ്. എന്നെ എപ്പിസോഡ് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് എൻ്റെ നല്ല അടുത്ത എൻ്റെ നമ്പരൊക്കെ അറിഞ്ഞ് എന്നെ അറിയാവുന്ന നമ്മുടെ വീടിനടുത്തുള്ള കുട്ടികളുമുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നെ വിളിച്ചിട്ട് ഒരുപാട് അഭിപ്രായം പറയാറുണ്ട്. ടീച്ചറെ അറിയുന്ന മറ്റേ ഡ്രസ്സ് നന്നായിരുന്നു, ആ പച്ച ഡ്രസ്സ് ഇട്ട സമയത്ത് നന്നായിരുന്നു, ടീച്ചർ ഇതൊക്കെ ഉണ്ടാക്കുമല്ലേ കൊച്ചു പിള്ളേരൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ അത് ആലോചിച്ചു. എടുത്ത് വെച്ചിരുന്ന അത്രയും നിറയെ എണ്ണ ഉണ്ടായിരുന്നു, അത്രയും വേണ്ട. ലാസ്റ്റ് നമുക്കത് ഒഴിക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്ര എണ്ണ മതി ബാക്കിയൊന്ന് വഴറ്റിയെടുക്കാൻ. കടുക്, ജീരകം ഒരു പേരിന്, അത് വേണമെന്നില്ല, നിങ്ങൾ ഇട്ടേക്കാ, ചുമ്മാ കിടക്കടാ, ഒരു ജസ്റ്റ് കടക്കടാ എന്ന് റെഡിയായി വരട്ടെ. പണ്ട് അന്ന് എനിക്ക് എന്നുള്ളൊരു പ്രശ്നമാണ്, കടുക് പൊട്ടുന്നത് പേടിയാണ്. ഇത്രയൊക്കെ മതി പോകും. സവോളയും ഞാൻ വേഗം ഇട്ടാരാന്ന് നിങ്ങളോട് പറഞ്ഞിട്ടിടണമെന്നുണ്ടായിരുന്നു. അപ്പം അത് ശരിയാവുന്നില്ല, അപ്പോഴത്തേനും ചിലപ്പോൾ കരിഞ്ഞു പോകും. സവോളയും തക്കാളിയും കൂടെ ഞാൻ നിങ്ങളോട് പറയാതെ ഞാൻ വേഗം ഇട്ടു. നമ്മൾ ആ ചിക്കൻ്റെ ആ നെയ്യും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതാണ് ആ എണ്ണയിൽ തന്നെ ഞാനിത് വറുക്കുന്നത്. ചിക്കൻ്റെ നമ്മൾ നേരത്തെ ചിക്കൻ അങ്ങ് വഴറ്റിയപ്പോഴത്തേക്കിനും ചിക്കൻ്റെ നെയ്യ് കുറച്ച് എണ്ണയിലോട്ട് ഇറങ്ങുമല്ലോ, എന്തല്ല നെയ്യ് അതിൻ്റെ പൂർണ്ണമായിട്ട് ഞാൻ കളഞ്ഞിട്ടില്ലായിരുന്നു. സൈഡിലേക്ക് കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു, നെയ്യുള്ള ചിക്കനായിരുന്നു അത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചതച്ച് വെച്ചത് അതിട്ടു. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറി ഇതല്ലാതെ പുറത്ത് നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി കഴിക്കുന്ന ചിക്കൻ കറിക്കൊന്നും ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. ഉണ്ട്, പക്ഷെ അവർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ എനിക്കിഷ്ടമല്ല. എനിക്ക് നമ്മുടെ നാട്ടുപുറത്ത് നല്ല എരിവുള്ള ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം എനിക്ക് തന്നെ കഴിക്കാൻ. ഞാൻ മാത്രം ഇവിടെ കഴിക്കുള്ളൂ എന്ന് ഇപ്പം എൻ്റെ പേടി ലാസ്റ്റ്. നേരത്തെ നമ്മൾ അരച്ച് വെച്ചെന്ന് പറഞ്ഞില്ലേ, സവോള, അരച്ചു വെച്ച സവോള. നമ്മൾ മസാലകളൊന്നും ശരിക്കും പറഞ്ഞാൽ അല്ലാത്ത മസാലകളൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല, നമ്മൾ അതിലേക്ക് കിടക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ കരിവേപ്പില ഇട്ടു. മുളകങ്ങ് കീറിയിടാം തൽക്കാലം. അയ്യോ എന്നെ കണ്ണീ തെറിച്ച്. അപ്പോൾ ഇതിനകത്ത് എന്താ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അത്രയൊക്കെ ഉള്ളൂ. ഇനിയാണ് നമ്മൾ മസാല ചേർക്കാൻ പോവുക. കുറച്ച് മല്ലിപ്പൊടി, ഏതാണ് മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, ഇത്രയും ധാരാളം. ഞാൻ എന്താ പറയുക, എനിക്ക് ബോധമില്ലേ അടി. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ടാട്ടോ, അങ്ങനെ തന്നെ പറയാം. കാശ്മീരി പൗഡർ ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഇല്ലേ. പിന്നെ നമ്മുടെ ചിക്കൻ മസാല പൗഡർ ഇത്രയും മതി, ഒരുപാട് വേണ്ട, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ജിഞ്ചറിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാടി മോളെ, നീ നന്നായിട്ടുണ്ട്, നീ മിടിക്കുക.
ഇനി നമ്മുടെ പ്രധാന ഐറ്റമായ salt and pepper. എന്തെങ്കിലും അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്യുന്നല്ലേ? എന്താണ് സംഭവം? ഞാൻ വീട്ടിൽ ചിക്കൻ കറി വെക്കാറുണ്ട്, വല്ലപ്പോഴും ഒക്കെ വല്ല ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്തൊക്കെ ആയിരിക്കും കൂടുതൽ വെക്കാറ്. അപ്പോൾ അതിനകത്ത് പെപ്പറാണ് ഞങ്ങളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലേ? മുളക് പൊടിയെക്കാട്ടിലും കൂടുതലായിട്ട് മുളക് പൊടി ഇപ്പം അതിനകത്ത് ഇട്ടിട്ടില്ല അധികം. മുളക് പൊടി ഇപ്പം 2-4 മുളക് കിട്ടും, മറ്റേ കാശ്മീരി മുളകായിട്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ബാക്കി പെപ്പറാണ് വരിക. ഇനി ഇതെന്താ എടുത്ത് വെച്ചിരിക്കുന്നത്? അത് ഞാൻ കോൺഫ്ലവർ അതിനകത്ത് ഇരുന്ന് എന്താ കാര്യം? വേണ്ടി വരുമോ? ഇട്ടിട്ടില്ല. അതിന് വേറെ ഞാൻ മറ്റേ അത് അരച്ചിട്ടു. ഞാൻ അരച്ചിട്ടു സവോള തന്നെ കുറച്ച് അരച്ച് കുറുക്കി ഇതിൽ ആഡ് ചെയ്തു. കുറച്ച് കുറുകിയിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ 4 പീസേ കാണുന്നുള്ളൂ. ഇതിൽ ഇത്രേ ഉള്ളൂ ക്വാണ്ടിറ്റി. ചെറിയ കുറച്ചുകൂടെ ഡ്രൈ ആവും. ഓക്കെ, ഈ 4 പീസസ് ഓഫ് ചിക്കനാണ് വറുത്ത് വെച്ച് അതിന് കണക്കാക്കിയിട്ടുള്ള ഗ്രേവി ആണോ? ഇത്രയും വേണോ ഗ്രേവി? ഇത് ഇനി നന്നായിട്ട് കുറച്ചുകൂടെ ഡ്രൈ ആവും, ചെറുതാവും. ഇതിനകത്ത് ഇനി ഇടും. ഇതിനകത്ത് ഇട്ടിട്ട് ആവി വറ്റിച്ച് കൂടുതൽ കുഴഞ്ഞിരിക്കുന്ന ഭാഗം ഇതിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഭാഗം. അത് ചിക്കൻ്റെ തന്നെ എണ്ണയിൽ തന്നെ ഇപ്പോൾ ഇത് നെയ്യ് ഇറങ്ങിയ എണ്ണയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചിക്കൻ വറുത്ത് കോരി എണ്ണയിൽ തന്നെ. അപ്പോൾ എണ്ണ കുറച്ച് മാറ്റി കാണും അല്ലേ? മാറ്റി വെച്ചു. അല്ല, ഫുള്ള് പറ്റില്ലല്ലോ, മാറ്റി വെച്ചു. ഡീപ് ഫ്രൈ അല്ലേ? അതെ അതെ. അത്ര എണ്ണ ആകുമ്പോൾ കൂടും. അതിന് തേങ്ങയും കൂടി ഇടും. തേങ്ങ ഇടും, കാഷ്യൂ നട്ട്സും ഒക്കെ വേണമെങ്കിൽ. അപ്പോൾ പ്രധാന ചേരുവ പറഞ്ഞാൽ പെപ്പർ തന്നെ. പിന്നെ ഇതിന് അത് മസാല, നമ്മുടെ ചിക്കൻ മസാല ഒരു കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പാക്കറ്റിൽ വാങ്ങുന്ന മസാല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം അരച്ച് ചേർത്തു. കൂടാതെ സവാള അരച്ച് ചേർത്തു. ചിക്കൻ കൊണ്ട് എന്തെല്ലാം അല്ലേ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുക? നമ്മുടെ ഇത് അമ്മ നന്നായിട്ട് ഇത് ഉണ്ടാക്കും. അമ്മ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷെ അമ്മ ചേർക്കുമ്പോൾ പെപ്പറില്ല. ഞങ്ങൾ പിള്ളേർ വന്നതിന് ശേഷമാണ് എരിവ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കുരുമുളക് കയറ്റി. ഇന്ന് അടുത്ത ആരും ഇല്ലല്ലേ തൽക്കാലം നെയ്ബേഴ്സായിട്ട്? ഇല്ല, ഞങ്ങൾ ഇന്ന് അവിടെ വരെ ചെന്ന് വേളമായിരുന്നു. ശരി, അങ്ങോട്ട്. ഓക്കെ, ശരി. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് നമ്മൾ വെക്കുക. ടെൻഷനായിട്ട് പാടില്ല, സമയം തീരാറായി. അതിൻ്റെ ഒരു ചെറിയ ടെൻഷനിലാണ് ഞാനിപ്പോൾ. ഞങ്ങളിങ്ങനെ പല പല കോഴി ടേബിളുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മുടെ സാധാരണയൊക്കെ വീട്ടിലൊക്കെ വെക്കുന്ന പോലത്തെ നാടൻ കോഴിക്കറി. അതിനകത്ത് പെപ്പർ കുറച്ച്, കോഴി കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു നല്ല കുറച്ച് തിക്കായിട്ടുണ്ടാവും. വെള്ളമൊന്നും ഇതിനകത്ത് നമ്മൾ ഒഴിച്ചിട്ടില്ല. ഉള്ളിയുടെ വെള്ളം തന്നെ വന്നത് ഡ്രൈ ആയി ഉള്ളിയല്ല, സവാളയുടെ വെള്ളം തന്നെ വന്നത് ഡ്രൈ ആയി. സവാള ഇല്ലെങ്കിൽ ഒരു കോഴിക്കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇല്ലില്ല, സവാളയുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് അല്ലേ? സവാളത്തിന് ഇത്രയും വില കൂടി ഇരിക്കുന്നതിന് എന്താ ചെയ്യുന്നു? ഒന്നും പറയില്ല, ഞാൻ ചെയ്തിട്ട് കുറയ്ക്കാം. ഏറ്റവും കോമഡി എന്താ? സവാള ഇല്ലാതൊരു ചിക്കൻ റോസ്റ്റ് വിത്തൗട്ട് സവാള. ഈ ഒരു മസാല ഇല്ലാതെ ഉണ്ടാക്കുക, പക്ഷെ നന്നായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു മസാല ഇല്ലാതെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. മസാലകളൊന്നുമില്ലാതെ ഈ മുളക് പൊടിയൊന്നുമില്ല, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ മാത്രം ഇട്ടിട്ട്. പക്ഷേ നമുക്കത് എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നല്ല എരിവൊക്കെ വേണം. പക്ഷേ അതിനകത്തൊരു എന്തോ ഒരു സാധനം കുറവ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അതിന് പക്ഷേ നമ്മൾ ക്യാരറ്റും ഒക്കെ അരിഞ്ഞിരുന്നിട്ട് അത് ഞാൻ നോക്കിയില്ല, ഇഷ്ടപ്പെട്ടില്ല. അതെ അതെ, സവാളയുടെ വില കൂടി പലയിടത്തും പല റേറ്റിലാണ്. ശരി ചേച്ചി.
കണ്ടോ, പാത്രത്തിന് പോലും പേടിയില്ല ലക്ഷ്മി ചേച്ചി. നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ കാര്യവും. നമുക്ക് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ നമ്മൾ ചെയ്തതിന് കുറച്ച് കുറവാണ്. അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനി നമുക്ക് അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ പെപ്പർ കറി റെഡി. നല്ല എരിവുണ്ട്, എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി. ഇതിനകത്ത് ഇച്ചിരി എന്താ പറയുക, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി മണം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു മിസ്റ്റേക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലക്ഷ്മി ചേച്ചി ടേസ്റ്റ് ചെയ്തിട്ട് പറയട്ടെ. എന്തായാലും നോക്കാം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പറഞ്ഞത് ഓർക്കണ്ട, ടച്ചിങ്സിന് പറ്റിയ സാധനമാണ്.